എ പറഞ്ഞത് കുന്നത്തൂര് അധികം വികസനമൊന്നും എത്താത്ത ഒരു നാടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്, വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ കുന്നത്തൂർ ഗ്രാമം എന്ന് പറയുന്നത്. ഈ നാടിന്റെ വളർച്ച അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് അതിൽ ഏറ്റവും വളർച്ച കൈവരിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ പരിശ്രമത്തിലൂടെയാണ്. നമുക്ക് പലതരത്തിലുള്ള നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യത്തിൽ പല കുറവുകളുണ്ടാവും, പല പോരായ്മകളുണ്ടാവും, പരിമിതികളൊക്കെ ഉണ്ടാവും. നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ കുറവുകളും പരിമിതികളും അതിജീവിക്കുവാനായിട്ടുള്ള ഏറ്റവും മികച്ച മാർഗം എന്നുള്ളത് മികച്ച വിദ്യാഭ്യാസം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. നല്ല വിദ്യാഭ്യാസം നേടിയാൽ നമ്മൾ ജീവിതത്തിലെ എല്ലാ കുറവുകളെയും നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് പരിമിതികളെ മറികടന്ന് അതിജീവിച്ച് മികച്ച വിജയം കൈവരിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. കുന്നത്തൂരിന്റെ വളർച്ച നാളുകളിൽ നിങ്ങളിലൂടെയായിരിക്കും. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ റിസോഴ്സ്, ഏറ്റവും വലിയ സമ്പത്ത്. ഇപ്പൊ ഗൾഫിൽ പോയി ചോദിക്കുകയാണ് എന്താണ് ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് ചോദിച്ചാൽ അവർ പറയും മണ്ണിനടിയിലുള്ള ഓയിലാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഏറ്റവും വലിയ റിസോഴ്സ് എന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥിനികളാണ്, പുതുതലമുറയാണ്. ആ പുതുതലമുറയില് വിദ്യാർത്ഥികളിൽ വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് കൂടുതൽ വളർച്ച കൈവരിക്കുവാൻ, കൂടുതൽ ഉയരങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഗവൺമെന്റും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കുവാനായിട്ടുള്ളത്, നിങ്ങൾ തുടർന്നും ഇത്തരത്തില് കൂടുതൽ വിജയങ്ങൾ കൈയടക്കുവാനായിട്ട്, എത്തിപ്പിടിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും നമുക്ക് വിജയങ്ങൾ മാത്രമായിരിക്കണമെന്നില്ല. ജീവിതത്തിൽ ചിലപ്പോൾ പരാജയങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. ഇപ്പൊ ഇവിടെ ലയണൽ മെസ്സിനെയൊക്കെ നമ്മുടെ ജിതേഷ് വരച്ചു, നല്ല ഭംഗിയായിട്ട് വരച്ചു. നമ്മൾ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയത്ത്, വേൾഡ് കപ്പ് ഫുട്ബോളിന് മുമ്പ് ഈ കേപ്പ് വെർദെ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരാളും കേട്ടിട്ടില്ല. ആർക്കും അറിയില്ലായിരുന്നു, എനിക്കും അറിയില്ലായിരുന്നു. 5 ലക്ഷം ആളുകൾ മാത്രമുള്ള 5 ലക്ഷം ആളുകൾ മാത്രമുള്ള രാജ്യം എന്ന് വെച്ചാൽ നമ്മുടെ കുന്നത്തൂരും കൊട്ടാരക്കരയും കൂടെ കൂടിയാൽ എത്ര ആളുണ്ടാവും? കുന്നത്തൂരും കൊട്ടാരക്കരയും കൂടെ കൂടുന്ന അത്ര ആളുകളുള്ള ഒരു രാജ്യം. പക്ഷേ വേൾഡ് കപ്പില് അവരുടെ ഒരു പെർഫോമൻസ് കൊണ്ട് ലോകം അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. സാക്ഷാൽ അർജന്റീനയെ വരെ വിറപ്പിക്കാനായിട്ട് കേപ്പ് വെർദെ എന്ന രാജ്യത്തിന് സാധിച്ചു. ഇന്നിപ്പോ എന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾ ഈ കുന്നത്തൂരിന്റെ ഏതെങ്കിലും പ്രദേശങ്ങളില് അധികമാരും അറിയപ്പെടാത്ത, അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ്. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ, നിങ്ങളൊന്ന് പരിശ്രമിച്ചാൽ കേപ്പ് വെർദെയെ ലോകം ശ്രദ്ധിച്ചതുപോലെ ഈ കുന്നത്തൂരില് ലോകം ശ്രദ്ധിക്കുന്ന തരത്തിൽ, നാട് ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ നിങ്ങൾ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴാണ് കുന്നത്തൂരിന് കൂടുതൽ വളർച്ചയുണ്ടാവുന്നത്, കുന്നത്തൂര് കൂടുതൽ അറിയപ്പെടുന്നത്. ആ നിലയിലേക്ക് വളർന്നു വരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾ ഓരോ വിജയം കൈവരിക്കുമ്പോഴും, നിങ്ങളൊരു നേട്ടം കൈവരിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം, നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഈ നാടും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നതിന്റെ സൂചനയാണ് പ്രിയപ്പെട്ട MLA യുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് നിങ്ങളെയൊക്കെ ആദരിക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായത്. അപ്പൊ അങ്ങനെ ഒരു പരിപാടി, ഏറ്റവും പ്രൗഢഗംഭീരമായ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത ഈ നാടിന്റെ ജനകീയനായ MLA പ്രിയ സുഹൃത്ത് ഉല്ലാസ് കോവൂരിനെ ഞാൻ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ നേരുകയാണ്. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്, അദ്ദേഹം എന്റെ അടുത്ത് പരിപാടി പറഞ്ഞു, എന്റെ അടുത്ത് ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ വരാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അപ്പൊ ശനിയും ഞായറും ഒക്കെ എനിക്ക് ഫുൾ പരിപാടികൾ നേരത്തെ പല ജില്ലകളിലൊക്കെ ആയിട്ട് ബുക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊരു ഈ ദിവസം വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞപ്പോ, ഈ പ്രവൃത്തി ദിവസമായിട്ട് കൂടി ക്ലാസ് ഒക്കെ ഉണ്ടായിട്ടും മറ്റു പല പരിപാടികളും ഉണ്ടായിട്ടും നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് ഈ പരിപാടിയെ വലിയൊരു വിജയമാക്കി മാറ്റി. അത് ഈ നാടിന്റെ വളർച്ചയ്ക്ക്, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രിയപ്പെട്ട MLA ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ സന്നദ്ധമായത്. ഇതൊരു പരിപാടിയിൽ അവസാനിപ്പിക്കുകയല്ല, ഈ നാടിന്റെ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് MLA ഇവിടെ അദ്ദേഹം മുൻകൈ എടുത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ ആ പരിപാടികളിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതുവഴി നാടിനും വളർച്ച ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവിധ വിജയങ്ങളും മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.
ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ കോൺഗ്രസ് ജോൺ വേദിയിലേക്ക് ആശംസാ വാക്കുകൾ